ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യപ്രചാരണം നാളെ അവസാനിക്കാനിരിക്കെ വാശിയേറിയ പ്രചാരണത്തിലാണ് മുന്നണികൾ. പ്രചാരണം ഫോട്ടോ ഫിനിഷിലേക്ക് കടക്കവേ മേൽക്കൈ നേടാനായി വിശ്രമമില്ലാതെ മത്സരിക്കുകയാണ് ഓരോ കക്ഷികളും. പരസ്യപ്രചാരണം നാളെ 5 മണിക്ക് അവസാനിക്കാനിരിക്കെ അവസാന ലാപ്പിൽ മണ്ഡലത്തിന്റെ മുക്കിലും മൂലയിലും എത്തിപ്പെടാനുള്ള പരിശ്രമത്തിലാണ് സ്ഥാനാർത്ഥികൾ. അവകാശവാദങ്ങൾ, ആരോപണ പ്രത്യാരോപണങ്ങൾ, വിവാദങ്ങൾ, അന്തരീക്ഷ ചൂടിനെ വെല്ലുന്നതായിരുന്നു ഒരു മാസത്തിലേറെ നീണ്ടുനിന്ന പ്രചാരണ രംഗം. തിരഞ്ഞെടുപ്പ് പ്രചാരണം അവസാന ലാപ്പിലെത്തിയതോടെ കൊട്ടിക്കയറുകയാണ് പ്രചാരണാവേശം. സ്ഥാനാർത്ഥികളെ വളരെ നേരത്തെ തീരുമാനിച്ച പ്രചാരണ രംഗത്ത് ആദ്യഘട്ടത്തിൽ മേൽക്കൈ നേടിയ ഇടതുമുന്നണിക്കൊപ്പം ഓടിയെത്താൻ UDF-നും NDA-യ്ക്കും അധികം വിയർപ്പൊഴുക്കേണ്ടി വന്നില്ല. സ്ഥാനാർത്ഥികൾ കളം നിറഞ്ഞതോടെ കൊണ്ടും കൊടുത്തുമുള്ള മുന്നേറ്റം. പ്രചാരണ രംഗത്ത് ഓളം തീർത്ത ദേശീയ നേതാക്കളുടെ സാന്നിധ്യം കൂടിയായതോടെ തെരഞ്ഞെടുപ്പ് രംഗം തിളച്ചുമറിഞ്ഞു. ദേശീയ രാഷ്ട്രീയം പറഞ്ഞു തുടങ്ങിയ പ്രചാരണ രംഗത്ത് ഓരോ ദിനവും പ്രചാരണ വിഷയം മാറിമറിഞ്ഞു. അവസാന ലാപ്പിലെത്തിയതോടെ മുഖ്യപ്രചാരണം ശബരിമലയിലേക്ക് കേന്ദ്രീകരിച്ചു. വിഷയം BJP-യും NDA ക്യാമ്പും സജീവമാക്കി നിലനിർത്തുമ്പോൾ ഇടതു സർക്കാരിന്റെ ആചാരലംഘനത്തിലൂന്നി UDF-ഉം വർഗീയ വിരുദ്ധ പ്രചാരണത്തിലൂന്നി ഇടതുമുന്നണിയും തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗം കൊഴുപ്പിക്കുകയാണ്. രാഹുൽ ഗാന്ധിയുടെ കേരളത്തിൽ മത്സരിക്കാനുള്ള തീരുമാനം ദേശീയ തലത്തിൽ തന്നെ പ്രചാരണ വിഷയമായി. ഒരു മാസത്തിലേറെ നീണ്ടുനിന്ന പരസ്യപ്രചാരണത്തിന്റെ ആവേശത്തിന് കൊടിയിറങ്ങാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ പൊതുയോഗങ്ങളും ഗൃഹസമ്പർക്ക പരിപാടികളുമായി വോട്ടുറപ്പിക്കാനുള്ള നെട്ടോട്ടത്തിലാണ് അവസാന മണിക്കൂറിലും മുന്നണികൾ. 24 തിരുവനന്തപുരം. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് അല്ലമീൻ ചേരുന്നുണ്ട്. അല്ലമീൻ, പരസ്യപ്രചാരണം അവസാനിക്കാൻ മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ 17ാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ കേരളത്തിലെ ഒരു പൊതുചിത്രം എങ്ങനെയാണ്? ജോൺ, ഏതാണ്ട് 1.5 മാസത്തോളം നീണ്ടുനിന്ന പരസ്യ പ്രചാരണത്തിന് കുടിയിറങ്ങാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. ദേശീയ നേതാക്കളെത്തി ഉഴുതുമറിച്ച മണ്ണിൽ അവസാന വട്ട അടിയൊഴുക്കുകൾ അനുകൂലമാക്കുന്നതിനുള്ള നീക്കങ്ങളും തന്ത്രങ്ങളുമാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും നിലവിൽ ആവിഷ്കരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇഞ്ചോടിഞ്ച് പോരാട്ടം പ്രചാരണ രംഗത്ത് പ്രകടമായ കൊണ്ടും കൊടുത്തും മുന്നേറിയ പ്രചാരണ രംഗത്ത് ആർക്കാണ് ആധിപത്യം എന്നത് പ്രവചിക്കാൻ പോലും സാധ്യമല്ലാത്ത വിധത്തിൽ പ്രചാരണ രംഗം തിളച്ചുമറിഞ്ഞ കാഴ്ചയാണ് കാണാനായത്. UDF-ന് വേണ്ടി രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും അടക്കമുള്ള നേതാക്കളുടെ ഒരു വൻനിര സംസ്ഥാനത്തേക്ക് വന്നിരുന്നു. ഒപ്പം BJP-ക്ക് വേണ്ടി പ്രധാനമന്ത്രിയും പാർട്ടി അധ്യക്ഷൻ അമിത്ഷായും ഉൾപ്പെടെയുള്ളവർ, CPM-ന് വേണ്ടി സീതാറാം യെച്ചൂരിയും സുധാകർ റെഡ്ഡിയും ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ, ഇത്തരത്തിൽ ദേശീയ നേതാക്കൾ തന്നെ രംഗത്തിറങ്ങി പ്രവർത്തകരുടെ ആവേശം കൊള്ളിച്ച ഒരു സാഹചര്യം തന്നെയാണ്. ഇനിയുള്ള മണിക്കൂറുകൾ അവസാനവട്ട വോട്ടുറപ്പിക്കാനുള്ള ഒരു ശ്രമത്തിൽ തന്നെയാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും ഒക്കെ തന്നെ. പലരും അവരുടെ വാഹന പര്യടനം അവസാനിപ്പിച്ച് ഗൃഹസമ്പർക്ക പരിപാടികളിലേക്ക് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ഒപ്പം മുതിർന്ന നേതാക്കളെ ഇറക്കി, സംസ്ഥാനത്തും ദേശീയ തലത്തിലുമുള്ള മുതിർന്ന നേതാക്കളെ ഇറക്കി റോഡ് ഷോ ഉൾപ്പെടെ സംഘടിപ്പിച്ചുകൊണ്ട് അവസാനവട്ട പ്രചാരണത്തിൻ്റെ ഒരു തയ്യാറെടുപ്പിൽ തന്നെയാണ് എല്ലാവരുമുള്ളത്. BJP-യുടെ അധ്യക്ഷൻ അമിത്ഷാ ഇന്ന് പത്തനംതിട്ടയിൽ വരുന്നു. ഒപ്പം പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ നാളെ ആറ്റിങ്ങൽ മണ്ഡലത്തിൻ്റെ വിവിധ കേന്ദ്രങ്ങളിൽ റോഡ് ഷോ നടക്കുന്നു. അതുപോലെ തന്നെ മറ്റു നേതാക്കളെ ഇടതുമുന്നണിയും അതുപോലെ നേതാക്കളെ ഇറക്കിക്കൊണ്ട് റോഡ് ഷോ. ഇത്തരത്തിൽ എല്ലാ തരത്തിലും അവസാനവട്ട വോട്ടുറപ്പിക്കാനുള്ളൊരു ശ്രമത്തിൽ തന്നെയാണ് മുന്നണികളൊക്കെ തന്നെ ഉള്ളത്. പല വിഷയങ്ങളും ദേശീയ രാഷ്ട്രീയം ഉൾപ്പെടെ സജീവ ചർച്ചയായ ഒരു പ്രചാരണ രംഗം കൂടിയാണ് കടന്നു പോകുന്നത്. പ്രധാനമായും ദേശീയ രാഷ്ട്രീയത്തിൽ ഊന്നിക്കൊണ്ടുള്ള പ്രചാരണ വിഷയങ്ങളായിരുന്നു ആദ്യഘട്ടങ്ങളിൽ ഉണ്ടായതെങ്കിൽ ഓരോ നിമിഷവും പ്രചാരണം മാറിമറിയുന്നൊരു സാഹചര്യം തന്നെയാണ് കാണാനായത്. രാഹുൽ ഗാന്ധിയുടെ വരവ്, അമേഠിയിൽ നിന്നുള്ള പിന്മാറ്റം തുടങ്ങി വിവിധ വിഷയങ്ങൾ ചൂടേറുന്നൊരു സാഹചര്യമുണ്ടായിരുന്നു. പക്ഷേ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ കർശന നിർദ്ദേശമുണ്ടായിട്ടും അതിനെ മറികടന്നുകൊണ്ട് അവസാന നിമിഷം ഫൈനൽ ലാപ്പിൽ ശബരിമലയിലേക്ക് പ്രചാരണ വിഷയം കേന്ദ്രീകരിക്കുന്ന ഒരു സാഹചര്യം, അല്ലെങ്കിൽ അവസാന നിമിഷം പ്രചരണ ബിന്ദു ശബരിമലയായി മാറുന്ന കേന്ദ്ര ബിന്ദു ശബരിമലയായി മാറുന്ന ഒരു സാഹചര്യം തന്നെയാണ് ഉള്ളത്. തിരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഈ ഒരു നിർദ്ദേശത്തെ പാടെ അവഗണിക്കുന്നൊരു നിലപാട് തന്നെയായിരുന്നു, സമീപനം തന്നെയായിരുന്നു ആദ്യഘട്ടം മുതൽ തന്നെ BJP സ്വീകരിച്ചിരുന്നത്. ശബരിമല വിഷയം സജീവ ചർച്ചയായി തന്നെ അവർ നിലനിർത്തി. അവസാന ലാപ്പിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആ വിഷയത്തെ കൂടുതൽ ചൂടുപിടിപ്പിച്ചപ്പോൾ സ്വാഭാവികമായും ഇടതുമുന്നണിക്കും UDF-നും അതിലേക്ക് ഡൈവേർട്ട് ചെയ്യേണ്ട, അല്ലെങ്കിൽ അത് ഫോക്കസിംഗ് പോയിന്റ് അതിലേക്ക് ഷിഫ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം തന്നെ ഉണ്ടായി. ഇന്നലെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും ഒക്കെ തന്നെ ഈ വിഷയത്തിലുള്ളൊരു പ്രതികരണം തന്നെയാണ് നടത്തിയത്. ശബരിമലയെ കേന്ദ്രീകരിച്ചുകൊണ്ട് വോട്ടുകൾ തങ്ങളുടെ പെട്ടിയിലാക്കാൻ BJP ശ്രമിക്കുമ്പോൾ BJP-യുടെ നിലപാട് ആത്മാർത്ഥതയില്ലാത്ത നിലപാടാണ് BJP-യുടേത് എന്ന് UDF-ഉം അതുപോലെ തന്നെ LDF-ഉം ആവർത്തിക്കുന്നു. ഇത്തരത്തിൽ
വളരെ സജീവമായി ഈ ഒരു വിഷയം നിലനിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണ് കാണാനാകുന്നത്. ഒപ്പം നിരവധി വിവാദങ്ങൾ, മതവികാരങ്ങളെ വ്രണപ്പെടുത്തുന്ന തരത്തിൽ പോലുമുള്ള പരാമർശങ്ങൾ പല നേതാക്കളിൽ നിന്നും ഉണ്ടാകുന്നു. അതുപോലെ തന്നെ കോഴ ആവശ്യപ്പെടുന്നു, പണമിടപാടുകളുമായി ബന്ധപ്പെട്ടുള്ള ആരോപണങ്ങൾ, ഇത്തരത്തിൽ നിരവധി ആരോപണങ്ങൾ നിറഞ്ഞു നിന്ന ഒരു സാഹചര്യം. ഇതിനെതിരായിട്ടുള്ള തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ നടപടികൾ, കേസുകൾ, ഇത്തരത്തിൽ വളരെ വിപുലമായിട്ടുള്ള അല്ലെങ്കിൽ വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പ്രചാരണ ദിനങ്ങൾ തന്നെയാണ് കടന്നുപോയത്. അതിൽ നിന്നൊക്കെ ആ രംഗം വിട്ടുമാറി അല്ലെങ്കിൽ ആ രംഗത്ത് ആർക്കായിരിക്കും അനുകൂലമായി മാറുക ഈ പോരാട്ടങ്ങൾ, കൊണ്ടും കൊടുത്തും മുന്നേറി ഈ ദിനരാത്രങ്ങളിൽ ആർക്കാണ് ഇനി അനുകൂലമായി മാറുക എന്നത് ഇനി നിർണായകമാണ്. ഇനിയുള്ളത് അടിയൊഴുക്കുകളുടെ നിമിഷങ്ങളെന്ന് തന്നെ പറയാം. ഇന്നും നാളെയും ആ അടിയൊഴുക്കുകൾ തങ്ങൾക്ക് അനുകൂലമാക്കാനുള്ള തത്രപ്പാടിൽ തന്നെയാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും ഒക്കെയുള്ളത്. നാളെ 6 മണി വരെയാണ് കൊട്ടിക്കലാശത്തിനുള്ള സമയം. അത് കഴിഞ്ഞാൽ തിങ്കളാഴ്ച നിശബ്ദ പ്രചാരണത്തിൻ്റെ മണിക്കൂറുകളാണ്. ശേഷം 23-ാം തീയതി കേരളം ആരെ ലോക്സഭയിലേക്ക് അയക്കണമെന്ന കാര്യത്തിൽ വിധിയെഴുതും. സംസ്ഥാനത്ത് 20 ലോക്സഭാ മണ്ഡലങ്ങളിലായി 2,61,00,000 വോട്ടർമാർക്കാണ് ഇത്തവണ സമ്മതിദാനാവകാശം രേഖപ്പെടുത്താനാവുക. അത് ആർക്കനുകൂലമായി വരുമെന്ന കാത്തിരിപ്പിൻ്റെ മണിക്കൂറുകളായിരിക്കും, അല്ലെങ്കിൽ കാത്തിരിപ്പിൻ്റെ 1 മാസം നീണ്ട കാത്തിരിപ്പായിരിക്കും ഇനി സംസ്ഥാനത്തുണ്ടാവുക. ഏതായിരുന്നാലും കഴിഞ്ഞ 1 മാസത്തിലേറെ നീണ്ടുനിന്ന ചൂടേറിയ പ്രചാരണത്തിന്, അന്തരീക്ഷ ചൂടിനെ പോലും മറികടക്കുന്ന തരത്തിലുള്ള പ്രചാരണ ചൂട് തന്നെയായിരുന്നു കഴിഞ്ഞ 1 മാസത്തിലേറെ സംസ്ഥാനത്ത് പ്രകടമായിരുന്നത്. അതിന് തിരശ്ശീല വീഴാൻ ഇനി മണിക്കൂറുകൾ മാത്രം ബാക്കി. അവസാനവട്ട അടിയൊഴുക്കുകൾ ആർക്കനുകൂലമാകുമെന്ന കണക്കുകൂട്ടലിലാണ് മുന്നണികളും സ്ഥാനാർത്ഥികളും നിലവിലുള്ളത്. ശരി അല്ലമീൻ, അത്തരത്തിൽ കേരളത്തിലെ സംസ്ഥാനത്തെ പ്രചാരണം അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. നാളെ പരസ്യ പ്രചാരണം അവസാനിക്കുകയാണ്. മുന്നണികളൊക്കെ വളരെ ശക്തമായ പ്രചാരണവുമായി രംഗത്തെത്തിയിരിക്കുന്നു. കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ പ്രചാരണത്തിനായി സഹോദരിയും AICC ജനറൽ സെക്രട്ടറിയുമായ പ്രിയങ്ക ഗാന്ധി ഇന്ന് വയനാട്ടിലെത്തും. മണ്ഡലങ്ങളിലെ 4 പൊതുപരിപാടികളിൽ പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കും. മാനന്തവാടിയിലും നിലമ്പൂരിലും നടക്കുന്ന പൊതുയോഗത്തിലും പുൽപ്പള്ളിയിൽ കർഷക സംഗമത്തിലും പ്രിയങ്ക പങ്കെടുക്കും. തുടർന്ന് പുൽവാമയിൽ വീരമൃത്യു വരിച്ച ജവാൻ VV വസന്തകുമാറിന്റെ വീട്ടിലും സന്ദർശനം നടത്തും. വിശദാംശങ്ങളുമായി വയനാട്ടിൽ നിന്നും ഒപ്പം തന്നെ നിലമ്പൂരിൽ നിന്നും 24-ന്റെ പ്രതിനിധികൾ ചേരുന്നുണ്ട്. നിലമ്പൂരിൽ നിന്ന് ഷഹദ് റഹ്മാനുണ്ട്. ഷഹദ്, നിലമ്പൂരിലെ പൊതുപരിപാടി ഏതാണ്ട് ഉച്ചയോടടുപ്പിച്ച് അല്ലെങ്കിൽ ഉച്ചയ്ക്ക് ശേഷമായിരിക്കും നിലമ്പൂരിൽ പൊതുപരിപാടി ഉണ്ടാവുക എന്നാണ് മനസ്സിലാക്കുന്നത്. എപ്പോഴാണ് നിലമ്പൂരിലേക്ക് പ്രിയങ്ക ഗാന്ധി എത്തുക? നിലമ്പൂരിലെ കോൺഗ്രസ് പ്രവർത്തകർ പ്രിയങ്ക ഗാന്ധിയെ സ്വീകരിക്കാൻ എങ്ങനെ തയ്യാറെടുക്കുന്നു? ജോൺ, നിലമ്പൂരിൽ പ്രിയങ്ക ഗാന്ധിയെ സ്വീകരിക്കാൻ അക്ഷരാർത്ഥത്തിൽ നിലമ്പൂരിലും ഒപ്പം തന്നെ അരീക്കോട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു എന്ന് വേണം പറയാൻ. കാരണം നമുക്കറിയാം, കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധി വന്ന് വലിയ രീതിയിൽ ഒരു തരംഗം സൃഷ്ടിച്ചു പോയി. രാഹുൽ തരംഗം സൃഷ്ടിച്ചുകൊണ്ടാണ് പ്രവർത്തകർക്കിടയിൽ നിന്നും രാഹുൽ ഗാന്ധി പിരിഞ്ഞു പോയത്. അതുകൊണ്ട് തന്നെ അതിന് പിന്നാലെയാണ് പ്രിയങ്കയും ഇത്തവണ എത്തുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ വലിയ രീതിയിലുള്ള ഒരുക്കങ്ങളാണ് ഇവിടെ പ്രിയങ്കയെ വരവേൽക്കാനായി ഒരുക്കിയിട്ടുള്ളത്. ഒപ്പം പ്രത്യേകിച്ച് യുവാക്കളും സ്ത്രീകളുമാണ് കൂടുതലായിട്ടും ഇത്തരത്തിൽ, അതായത് പ്രിയങ്ക ഗാന്ധിയും ഒപ്പം തന്നെ രാഹുൽ ഗാന്ധിയും വരവേൽക്കാനായിട്ട് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം തന്നെ എത്തിയിട്ടുള്ളത്. ഇന്നും സമാനമാണ്. അല്പസമയത്തിന് ശേഷം പ്രവർത്തകരെല്ലാവരും തന്നെ പല ഭാഗങ്ങളിൽ നിന്നായി ഇവിടേക്ക് ഒഴുകിയെത്തും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. കൃത്യം 2:30 തന്നെ നിലമ്പൂരിൽ പ്രിയങ്ക ഗാന്ധി എത്തും. തുടർന്ന് പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും. അതിനുശേഷമായിരിക്കും ഏകദേശം 3:45 അരീക്കോട് പ്രിയങ്ക ഗാന്ധി എത്തുക. അവിടെ നിന്നും തിരിച്ച് കരിപ്പൂർ എയർപോർട്ട് വഴി തിരിച്ച് ഡൽഹിയിലേക്ക് പോകുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും അതായത് പ്രിയങ്ക ഗാന്ധിയെ വരവേൽക്കാൻ അക്ഷരാർത്ഥത്തിൽ നിലമ്പൂരും ഒപ്പം തന്നെ അരീക്കാടും ഒരുങ്ങിക്കഴിഞ്ഞു. പ്രത്യേകിച്ച് നാളെ ഒരു ദിവസം കൂടിയേ ഉള്ളൂ. നാളെ കൊട്ടിക്കലാശമാണ്, അതിനുശേഷം നിശബ്ദ പ്രചാരണമാണ്. ഈ ഒരു അവസരത്തിൽ പ്രിയങ്ക ഗാന്ധി ഇന്ന് കേരളത്തിലെത്തുന്നു. ഒപ്പം തന്നെ വയനാട്, അതായത് രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന മണ്ഡലങ്ങളിലെല്ലാം തന്നെ പ്രിയങ്കയും എത്തി സാന്നിധ്യം അറിയിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ അത് വോട്ടർമാർക്കിടയിൽ വലിയ രീതിയിലുള്ള ഒരു സ്വാധീനം ചെലുത്തും എന്ന് തന്നെയാണ് കോൺഗ്രസ് കണക്ക് കൂട്ടുന്നത്. പ്രത്യേകിച്ച് പ്രിയങ്ക ഗാന്ധിയെ പോലെയുള്ള ഒരാളെത്തുമ്പോൾ, പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാരെയാണ് ഇത്തരത്തിൽ പ്രിയങ്ക ഗാന്ധി വരുമ്പോൾ കൂടുതലായിട്ട് സ്വാധീനിക്കുക. ഒപ്പം തന്നെ യുവാക്കളെയും ഇത് സ്വാധീനിക്കും. ജോൺ, ശരി ഷഹദ്. മാനന്തവാടിയിൽ നിന്ന് ഇപ്പോൾ ദീപക് ധർമ്മങ്ങളും ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായിട്ട്. ദീപക്, മാനന്തവാടിയിലേക്കാണ് പ്രിയങ്ക ഗാന്ധി ആദ്യം എത്തുന്നത്. മാനന്തവാടിയിൽ എപ്പോഴാണ് പ്രിയങ്ക ഗാന്ധി എത്തുന്നത്? അവിടെ പ്രിയങ്കയെ സ്വീകരിക്കാൻ കോൺഗ്രസ് പ്രവർത്തകരുടെ ഒരുക്കങ്ങൾ, ആവേശമൊക്കെ എത്രത്തോളമാണ്? ജോൺ, പ്രിയങ്കയുടെ വരവിനെ വലിയ ആഘോഷമാക്കുക. ഒരുപക്ഷെ നാളെയാണ് കൊട്ടിക്കലാശമെങ്കിലും ഇന്നത്തോടുകൂടി തന്നെ പ്രചരണത്തിൻ്റെ ഉച്ചസ്ഥായിയിലേക്ക് പ്രവർത്തകരെ എത്തിക്കുക എന്നത് തന്നെയാണ് KPCCയും അതുപോലെ AICCയുടെ നിർദ്ദേശവും അതുതന്നെയാണ്. അത്തരത്തിൽ ഒരു പ്രചരണത്തിന് എല്ലാ മണ്ഡലങ്ങളിൽ നിന്നും പ്രവർത്തകർ എത്തുക എന്നുള്ള ലക്ഷ്യത്തോടെ KPCC പ്രസിഡന്റ് മുല്ലപ്പള്ളി രാമചന്ദ്രൻ ഇന്നലെ മുതൽ വയനാട്ടിൽ ക്യാമ്പ് ചെയ്തുകൊണ്ടുള്ള പ്രവർത്തനമാണ് നടക്കുന്നത്. കണ്ണൂരിൽ വിമാനമിറങ്ങി ഹെലികോപ്റ്റർ മാർഗം വള്ളിയൂർക്കാവ് ഗ്രൗണ്ടിലേക്ക്
എത്തുന്നു പ്രിയങ്ക ഗാന്ധി. അത് കഴിഞ്ഞ് നേരെ മാനന്തവാടിയിലെ പൊതുപരിപാടി, ഇത് കഴിഞ്ഞ് പുൽപ്പള്ളി പൊതുപരിപാടി, ഇതിന് ശേഷം ധീരജവാൻ വസന്തകുമാറിൻ്റെ വസതി സന്ദർശനം, ഇത് കഴിഞ്ഞ് മലപ്പുറം ജില്ലയുടെ ഭാഗമായുള്ള മറ്റ് അതായത് രാഹുൽ ഗാന്ധിയുടെ മണ്ഡലത്തിൻ്റെ പ്രധാന ഭാഗങ്ങൾ പാതിയിലേറെ കിടക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. അതിൽ ന്യൂനപക്ഷ വോട്ടുകൾ കൃത്യമായി ലക്ഷ്യം വെച്ചുകൊണ്ട് പ്രിയങ്ക ഗാന്ധിയുടെ യാത്ര. ഏതായാലും മാനന്തവാടിയിലെ ആദ്യ പരിപാടി തന്നെ കെങ്കേമമാക്കുക, വലിയ രീതിയിലുള്ള ജനപങ്കാളിത്തം ഉറപ്പാക്കുക എന്നുള്ള രീതിയിലുള്ള ക്രമീകരണമാണ് AICCയുടെ നിർദ്ദേശപ്രകാരം KPCC ഭാരവാഹികൾ നേരിട്ടിടപെട്ടുകൊണ്ട് ബൂത്ത് തലത്തിലും മണ്ഡലതലത്തിലും പ്രവർത്തകരെ എത്തിക്കാനുള്ള ക്രമീകരണങ്ങൾ ചെയ്തിരിക്കുന്നത്. ജോൺ ദീപക്, അതുപോലെ തന്നെ മാനന്തവാടിയിൽ പ്രിയങ്കയുടെ ഒരു രാഷ്ട്രീയ പ്രസംഗം പ്രതീക്ഷിക്കുന്നുണ്ട് കേരളം. മാനന്തവാടിയിലെ ആണ് ആദ്യ പൊതുയോഗത്തിൽ പങ്കെടുക്കുന്നത്. ഒരുപക്ഷെ ദക്ഷിണേന്ത്യയിൽ ആദ്യമായിട്ടായിരിക്കും പ്രിയങ്ക ഗാന്ധി ഒരു തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുക്കുന്നത്. ജോൺ, ഏറ്റവും പ്രതീക്ഷിക്കേണ്ടതും ഏറ്റവും പ്രതീക്ഷയോടെ പ്രവർത്തകർ കാത്തു നിൽക്കുന്നതും രാഷ്ട്രീയ കേരളം നോക്കുന്നതും അതുതന്നെയാണ്. പ്രത്യേകിച്ച് UPയുടെ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി കേരളത്തിൽ സ്വന്തം സഹോദരൻ്റെ പ്രചരണത്തിന് വേണ്ടി എത്തുന്നു, രാഹുൽ ഗാന്ധിയുടെ പ്രചരണത്തിന്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ദിരാഗാന്ധിയെ പ്രിയങ്ക ഗാന്ധിയിലൂടെ കാണുന്നു എന്ന് പ്രവർത്തകരെ കൊണ്ട് നോർത്ത് ഇന്ത്യയിൽ, വടക്കേ ഇന്ത്യയിൽ അത് പറയിപ്പിക്കാൻ പ്രിയങ്ക ഗാന്ധിക്ക് സാധിച്ചിരുന്നു. അതുപോലെ തന്നെ തെക്കേ ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ പ്രവർത്തകരെ കൊണ്ട് പറയിക്കാൻ സാധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ സമാനതകളുള്ള രാഷ്ട്രീയ പ്രസംഗം തയ്യാറാക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് മോഡിയെ കടന്നാക്രമിക്കുന്ന പ്രചാരണമായിരിക്കും. എന്നാൽ അതേ സമയത്ത് കേരളത്തിലെ സർക്കാരിനെക്കുറിച്ച് ഒന്നും പറയാൻ സാധ്യതയില്ല. സഹോദരൻ രാഹുലിൻ്റെ അതേ രാഷ്ട്രീയ അടവ് നയം തന്നെയായിരിക്കും സ്വീകരിക്കുക. മറ്റൊരു കാര്യം, വയനാട്ടിലെ ജനങ്ങളെ, പ്രത്യേകിച്ച് സ്ത്രീ വോട്ടർമാർ കൂടുതലുള്ള ഒരു മണ്ഡലം, വയനാട്ടിലെ ജനങ്ങളെ കയ്യിലെടുക്കാൻ സ്ത്രീപക്ഷമായ പദ്ധതികളെക്കുറിച്ച് സംസാരിക്കാൻ ഒക്കെ തയ്യാറാകും എന്ന് തന്നെ ഈ ഘട്ടത്തിൽ നമ്മൾ പ്രതീക്ഷിക്കേണ്ടിയിരിക്കുന്നു. ജോൺ ശരി ദീപക്, പുൽപ്പള്ളിയിൽ നിന്ന് സുധിഷ ധർമ്മനുണ്ട് വിശദാംശങ്ങളുമായിട്ട്. സുധിഷയിലേക്ക്. സുധിഷ, പുൽപ്പള്ളിയിലാണ് കർഷകരുമായി സംവദിക്കാൻ പ്രിയങ്ക ഗാന്ധി ഒരു സ്ഥലം കണ്ടെത്തിയിരിക്കുന്നത്. ഇതിനു മുൻപ് ഇടതുപക്ഷം അവിടെ കർഷക പാർലമെന്റ് അടക്കം നടത്തിയിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ കർഷക ആത്മഹത്യകൾ നടന്ന സ്ഥലം കൂടിയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും പ്രാധാന്യമർഹിക്കുന്ന ഒരു പ്രോഗ്രാമാണ് പുൽപ്പള്ളിയിലേത്. പുൽപ്പള്ളിയിലെ പ്രിയങ്ക ഗാന്ധിയുടെ പരിപാടികൾ എങ്ങനെയാണ്? പ്രവർത്തകർ അതിനുവേണ്ടി എങ്ങനെ ഒരുങ്ങുന്നു? തീർച്ചയായും ജോൺ, രാഷ്ട്രീയ ലോകം ആകെ ഉറ്റുനോക്കുന്ന പ്രിയങ്ക ഗാന്ധിയുടെ പരിപാടിയാണ് പുൽപ്പള്ളിയിൽ നടക്കുന്നത്. ഇടതുപക്ഷം കഴിഞ്ഞ ദിവസങ്ങളിലാണ് കർഷക മാർച്ച് ഉൾപ്പെടെയുള്ള പരിപാടികൾ പുൽപ്പള്ളിയിൽ സംഘടിപ്പിച്ചത്. ഇതിലുള്ള ജനപങ്കാളിത്തം വളരെയധികം ചർച്ചയായിരുന്നു. ഇതിൽ കോൺഗ്രസിൻ്റെ ആസിയൻ കരാറിൽ ഉൾപ്പെടെയുള്ള കർഷക നിലപാടുകളെ ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു ഇടതുപക്ഷം കർഷക റാലി പുൽപ്പള്ളിയിൽ നടത്തിയിരുന്നത്. ഏറ്റവും കൂടുതൽ കർഷക സമരങ്ങൾ നടന്ന, കർഷക ആത്മഹത്യകൾ നടന്ന സ്ഥലമെന്ന രീതിയിൽ പുൽപ്പള്ളിയിലെ കർഷകരുമായുള്ള പ്രിയങ്ക നടത്തുന്ന ഒരു പ്രിയങ്കയുമായുള്ള കൂടിക്കാഴ്ച വളരെയധികം രാഷ്ട്രീയ ലോകം ഉറ്റുനോക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന പരിപാടി കൂടിയാണിത്. ഇവിടെ എത്തരത്തിലുള്ള നിലപാടുകളായിരിക്കും കർഷകരുമായുള്ള കൂടിക്കാഴ്ചയിൽ പ്രിയങ്ക സ്വീകരിക്കുക എന്നതും രാഷ്ട്രീയ ലോകം ഉറ്റുനോക്കുന്നു. അതുകൊണ്ട് തന്നെ വളരെയധികം പ്രാധാന്യത്തോടു കൂടിയാണ് UDF അംഗങ്ങളും ഈ പരിപാടിയെ നോക്കിക്കാണുന്നത്. അതുകൊണ്ട് വലിയ രീതിയിലുള്ള ഒരുക്കങ്ങളും പുൽപ്പള്ളിയിൽ നടന്നിട്ടുണ്ട്. ഏതാണ്ട് മാനന്തവാടിയിലെ പരിപാടിക്ക് ശേഷം 12:15 പുൽപ്പള്ളിയിലെ പഴശ്ശിരാജ കോളേജിന്റെ മൈതാനത്ത് പ്രിയങ്ക ഗാന്ധി ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുക. അതിനുശേഷമാണ് കർഷക സംഗമത്തിൽ പ്രിയങ്ക ഗാന്ധി പങ്കെടുക്കുക. ഇവിടെ വെച്ചുള്ള കൂടിക്കാഴ്ച രാഷ്ട്രീയ ലോകം വളരെയധികം. ഒരു കാര്യം കൂടി, അതായത് ഒരു ക്ലാരിറ്റിക്ക് വേണ്ടി ചോദിക്കുകയാണ്, പ്രിയങ്ക ഗാന്ധി കർഷകരുമായി നേരിട്ട് സംവദിക്കുന്ന തരത്തിലാണോ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്, അതല്ലെങ്കിൽ വേദിയിൽ നിന്നുകൊണ്ട് അവരോട് സംസാരിക്കുന്ന ഒരു രീതിയിലേക്ക് എങ്ങനെയാണ് അവിടെ കർഷകരുമായിട്ടുള്ള ഒരു പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്? ഇവിടെ വേദിയിൽ വെച്ചുള്ള ഒരു പ്രസംഗമോ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു പരിപാടിയോ അല്ല നിലവിൽ നിശ്ചയിച്ചിരിക്കുന്നത്. അവിടെയുള്ള കർഷകരുമായി നേരിട്ട് സംവദിക്കുന്ന രീതിയിൽ ഒരു കോളനി പരിസരത്ത് വെച്ചാണ് പ്രിയങ്ക ഗാന്ധിയുടെ പരിപാടി ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്. ഇവിടെ വെച്ച് നേരിട്ട് അവരോട് സംസാരിക്കുകയും അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിയുകയും അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്യുന്ന രീതിയിലാണ് പ്രിയങ്കയുടെ പരിപാടികൾ നിശ്ചയിച്ചിരിക്കുന്നത്. അതായത് ഇടതുപക്ഷം ഏറ്റവും അധികം ചോദ്യം ചെയ്തത്, ഇടതുപക്ഷം കോൺഗ്രസിനെതിരെ ഉന്നയിച്ച ചോദ്യങ്ങളിൽ ഏറ്റവും അധികം ഉന്നയിച്ചിരുന്നത് കർഷകരുടെ കാര്യത്തിൽ UDF എടുത്ത നിലപാടുകളെയാണ്. ഇത് തന്നെയാണ് രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന മണ്ഡലം എന്ന നിലയിൽ വലിയ രീതിയിൽ ഇടതുപക്ഷം ഉയർത്തിക്കൊണ്ടുവന്നതും കർഷകർക്കുള്ള നിലപാടുകൾ കോൺഗ്രസ് എത്തരത്തിൽ എടുത്തു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു പരിപാടി ഏറെ പ്രാധാന്യം അർഹിക്കുന്നതും. ജോൺ
ശരി സുധിഷ, എന്തായാലും അത്തരത്തിൽ പ്രിയങ്ക ഗാന്ധിയുടെ പരിപാടി പുൽപ്പള്ളിയിൽ കർഷകരുമായി നേരിട്ട് സംവദിക്കാൻ തന്നെയാണ് പ്രിയങ്ക ഗാന്ധിയുടെ തീരുമാനം. ഏതാണ്ട് 11 മണിയോടുകൂടി തന്നെ മാനന്തവാടിയിൽ എത്തും. അതിനുശേഷമുള്ള പരിപാടിയിൽ പങ്കെടുക്കുമെന്നാണ് മനസ്സിലാക്കുന്നത്. BJP ദേശീയ അധ്യക്ഷൻ അമിത് ഷാ ഇന്ന് പത്തനംതിട്ടയിൽ പ്രചാരണത്തിനെത്തും. ഉച്ചയ്ക്ക് പ്രമാണം ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഹെലികോപ്റ്ററിലെത്തുന്ന അദ്ദേഹം സെയിന്റ് പീറ്റേഴ്സ് ജംഗ്ഷൻ മുതൽ ബസ് സ്റ്റാൻഡ് വരെയുള്ള റോഡ് ഷോയിൽ പങ്കെടുക്കും. അതോടൊപ്പം സംഘടിപ്പിച്ചിട്ടുള്ള പൊതുയോഗത്തിലും അമിത് ഷാ പ്രസംഗിക്കും. പത്തനംതിട്ടയിൽ നിന്ന് VA ഗിരീഷ് ചേരുന്ന വിശദാംശങ്ങളുമായിട്ട്. ഗിരീഷ്, അമിത് ഷാ ഉച്ചയോടുകൂടി എത്തുമെന്നാണ് മനസ്സിലാക്കുന്നത്. എന്താണ് പത്തനംതിട്ടയിലെ BJP പ്രവർത്തകരുടെ തയ്യാറെടുപ്പുകൾ? അവിടുത്തെ വിവരങ്ങൾ എന്തൊക്കെയാണ്? ജോൺ, ഉച്ചയ്ക്ക് 2:30-ക്കാണ് BJP ദേശീയ അധ്യക്ഷൻ അമിത് ഷാ പത്തനംതിട്ടയിലെത്തുന്നത്. പ്രമാടം ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഹെലികോപ്റ്ററിൽ വന്നിറങ്ങുന്ന അദ്ദേഹത്തെ സംസ്ഥാന ജില്ലാ നേതാക്കൾ സ്വീകരിക്കും. തുടർന്ന് റോഡ് മാർഗം നഗരത്തിലെത്തും. ഇവിടെ നിന്നാണ് സെൻറ്റ് പീറ്റേഴ്സ് ജംഗ്ഷൻ മുതൽ അദ്ദേഹത്തിന് റോഡ് ഷോ സംഘടിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം പങ്കെടുക്കുന്ന റോഡ് ഷോ, അതോടൊപ്പം തന്നെ നിരവധി ആൾക്കാർ, ആയിരക്കണക്കിന് ആൾക്കാർ പങ്കെടുക്കുന്ന റാലിയും ഇതോടൊപ്പം സംഘടിപ്പിച്ചിരിക്കുന്നു. ഇതിന് ശേഷമാണ് പുതിയ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പൊതുയോഗം നടക്കുന്നത്. ഈ പൊതുയോഗത്തിൽ അമിത് ഷാ സംസാരിക്കും. ഇപ്പോൾ ഇതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഏകദേശം പൂർത്തിയായി കഴിഞ്ഞു. നേരത്തെ തന്നെ നമുക്കറിയാം, വിജയപ്രതീക്ഷ പുലർത്തുന്ന BJP വിജയപ്രതീക്ഷ പുലർത്തുന്ന മണ്ഡലങ്ങളിൽ ഒന്നാണ് പത്തനംതിട്ട. A ക്ലാസ് മണ്ഡലം എന്ന പരിഗണനയാണ് BJP കേന്ദ്ര നേതൃത്വവും പത്തനംതിട്ടയ്ക്ക് നൽകിയിട്ടുള്ളത്. ഇവിടെ ആദ്യമായി പ്രചരണത്തിനൊരു കേന്ദ്ര നേതാവ് അല്ലെങ്കിൽ ദേശീയ നേതാവ് എത്തുന്നു എന്നുള്ളതാണ് അമിത് ഷായുടെ പര്യടനത്തിൻ്റെ പ്രത്യേകത. നേരത്തെ കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ്റെ പരിപാടി മല്ലപ്പള്ളിയിൽ സംഘടിപ്പിച്ചിരുന്നു K സുരേന്ദ്രൻ്റെ പ്രചരണാർത്ഥം. എന്നാൽ ഇത് പിന്നീട് റദ്ദാക്കുകയായിരുന്നു. K സുരേന്ദ്രൻ ഇവിടെ പ്രചരണം തുടങ്ങിയതിന് ശേഷം അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ശേഷം ഒരു ദേശീയ നേതാവ്, BJPയുടെ ദേശീയ നേതാവ് പത്തനംതിട്ടയിലെത്തുന്നത് ഇത് ആദ്യമായിട്ടാണ്. വലിയ തോതിലുള്ള പ്രചരണ പ്രവർത്തനങ്ങൾ K സുരേന്ദ്രൻ്റെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ടും അല്ലെങ്കിൽ വിജയത്തിനായും പ്രവർത്തകർ നടത്തുമ്പോഴും ദേശീയ തലത്തിൽ നിന്ന് നേതാക്കന്മാരാരും എത്താത്തത് പ്രവർത്തകരെ അതിൽ അസംതൃപ്തി ഉണ്ടാക്കിയിരുന്നു. ഇക്കാര്യം പല പ്രവർത്തകരും ജില്ലാ നേതൃത്വത്തോടും സംസ്ഥാന നേതൃത്വത്തോടും പരസ്യമായി പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിൻ്റെയൊക്കെ കൂടി പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ അമിത് ഷാ എത്തുന്നത്. ജോൺ, മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ശബരിമല എന്ന് പറയുന്നത്, ശബരിമല വിഷയം തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യം മുതൽ BJP ഒരു സജീവ ചർച്ചാ വിഷയമാക്കി ഉയർത്തുകയും ചെയ്തിരുന്നു. ശബരിമല നിലനിൽക്കുന്ന പത്തനംതിട്ട മണ്ഡലത്തിൽ ഒരു ദേശീയ നേതാവ് ഇതുവരെ എത്തിയിരുന്നില്ല എന്നത് BJPയെ കൂടുതൽ പ്രതിരോധത്തിലാക്കുകയും ചെയ്തിരുന്നു. ഇതിനൊക്കെ കൂടി പരിഹാരമായിട്ടാണ് BJPയുടെ ദേശീയ അധ്യക്ഷൻ തന്നെ ഇന്ന് പത്തനംതിട്ടയിൽ എത്തുകയും K സുരേന്ദ്രൻ്റെ പ്രചരണ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാവുകയും ചെയ്യുന്നത്. ശരി ഗിരീഷ്, എന്നാലും അത്തരത്തിൽ അമിത് ഷാ ഇന്ന് ഉച്ചയ്ക്ക് പത്തനംതിട്ടയിലേക്ക് എത്തുകയാണ്.